ഇന്നലെ രാത്രി തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇന്ന് ഉപയോഗിക്കേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ബാലൻസ് വെച്ചിരുന്നു. അത് രാവിലെ എണീറ്റ് അതും ചെയ്തിട്ടാണ് ഒരുങ്ങി റെഡി ആയിട്ട് ഇതേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. പട്ടായയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിൽ ഭയങ്കര കാമായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്ക്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് അവിടെ നമ്മൾ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, കുറേ രാജ്യക്കാരുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഞാനിപ്പോൾ വന്ന് തെള്ളിയിട്ടേനെ. ഇവരിവിടെ റെഡിയാണ്. ഞങ്ങൾ ഇന്ന് രാത്രിയിലത്തേക്ക് തിരിച്ചു പോകും. ഹലോ, ഓക്കെ. എല്ലാവരും പെട്ടി എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. ലിഫ്റ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 16th ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇനി പോകുന്നത് ബാങ്കോക്കിലെ സഫാരി പാർക്കിലേക്കാണ്. അവിടെ വിസിറ്റ് ചെയ്ത് വന്നിട്ട് തിരിച്ച് പെട്ടിയും പ്രമാണമൊന്നും എടുത്തുകൊണ്ട് പോകാൻ സമയമില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭീമാകാരമായ ഹോട്ടലിലാണ് ഇന്നലെ നമ്മൾ താമസിച്ചത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഡ്രൈവറിൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടിയൊക്കെ വെക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ആൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ചു. എനിക്ക് തോന്നുന്നു ഇയാൾ ഇതിൽ തന്നെയാണ് താമസമെന്ന്. അങ്ങനെ എല്ലാവർക്കും വെൽക്കം ടു പുതിയ എപ്പിസോഡ് ഓഫ് തായ്ലൻഡ് വ്ളോഗ്സ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഫാരി പാർക്കിൽ പോവുക, മറൈൻ അക്വേറിയം കാണുക, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവിടെ ഒരുപാട് ഷോസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറെ എങ്ങും പോകാനായിട്ട് സമയമില്ല. അവിടുന്ന് നേരെ എയർപോർട്ട് 5:30 ആകുമ്പം നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു ടൂർ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സഫാരി പാർക്കിലെത്തി. ഇവിടെ എന്തൊക്കെയാണ് പരിപാടി അല്ലെങ്കിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ഞാനൊന്നും സെർച്ച് ചെയ്തില്ല. അതുകൊണ്ട് യാതൊരു പ്ലാനും പദ്ധതിയില്ലാതാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പം ഇവരുടെ ഒരു ബ്രോഷർ കിട്ടി. അതിൽ നമുക്ക് മാപ്പ് തരും. ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അതായത് ഓരോ ഷോസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എലിഫന്റ് ഷോ, ഡോൾഫിൻ ഷോ, അതുപോലെ ഒറാങ്കുട്ടൻ ഷോ. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും അതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഓരോരുത്തരത്ത് ചെല്ലുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അത് ഇത്തിരി വലിപ്പമുള്ള പക്ഷികളാണ് കേട്ടോ. പിന്നെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവർ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും. അതിൽ വെള്ളം കാണാൻ പാടില്ല. അതായത് മിനറൽ വാട്ടർ ബോട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു യൂസ് ആൻഡ് ത്രോ ബോട്ടിലുണ്ടല്ലോ, അത് കാണാൻ പാടില്ല. അല്ലാതെ നമ്മുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളം കയറ്റാൻ പറ്റും. പിന്നെ ഈ സെയിം ബോട്ടിൽ ഇതിനകത്ത് സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് വേണേൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം. നമ്മുടെ നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രം സൂവിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. തൃശ്ശൂർ സൂവിൽ ഒരു തവണ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എന്തായാലും സൂവിൽ പോയാൽ കുറേയേറെ നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും കുറേയേറെ നടന്ന് കാണാനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ അധികം വെറൈറ്റി മൃഗങ്ങളെ കാണാം. നമ്മൾ കഥകളിലും അല്ലെങ്കിൽ പുസ്തകത്തിലും ഒക്കെ പഠിച്ച മൃഗങ്ങളെ നമുക്കിവിടെ നേരിട്ട് കാണാനും കുറച്ചുകൂടെ അടുത്ത് കാണാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫീഡ് ചെയ്യുന്നതാണ് മെയിൻ. അതായത് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽസിനെ നമുക്കിവിടെ ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നമ്മൾ പേ ചെയ്താൽ മതി. അതുപോലെ ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും. ഇപ്പോൾ ഈഗിളിനെ കണ്ടോ, ഇത് ആദ്യം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ആ മനുഷ്യൻ എടുക്കാൻ നേരത്ത്. പിന്നീട് അയാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് നിന്ന് കൊടുത്തു. പിന്നെ ഇവിടുത്തെ സെലിബ്രിറ്റി ആരാന്നറിയോ? ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഭയങ്കര ക്യൂ ആട്ടോ. അത് നമ്മളെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. പാവം അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഈ ഒരു ഷോ കഴിയുമ്പം ഈ ഒരു ഫോട്ടോ സെഷൻ കഴിയുമ്പോഴത്തേക്ക് അതിന് കഴിക്കാൻ വേണ്ടി എന്തോ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ഇത്രയും ആൾക്കാരുടെ കൂടെ ഇത്രയും പോസിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് പിന്നെ മൃഗങ്ങളോട് ഇഷ്ടമാണെങ്കിലും ദൂരെ നിന്ന് കാണാനാണ് ഇഷ്ടം. അടുത്ത് പോകാനോ അല്ലെങ്കിൽ അതുങ്ങളെ പിടിക്കാനോ അതിനൊന്നും താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും. അതിലൊന്നാണ് ഇത്രയും വലിപ്പമുള്ള ആന. പിന്നെ മക്കാവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതിനെനിക്ക് തോന്നുന്നു 200 ബാത്തൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ സെലിബ്രിറ്റിയായ ഒറാങ്കുട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ 800 രൂപ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഇവിടെ പലയിടത്തും ഫോട്ടോ സ്പോട്ട് ഉണ്ട്. അവിടെ നിന്ന് നമുക്കും ഫോട്ടോ എടുക്കാം. അതിന് പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ അടുത്തതായിട്ട് മറൈൻ അക്വേറിയമാണ്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഏരിയ. വലിയ വലിയ മീനുകളെയൊക്കെ കാണാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ പോയി. അതായത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ. ആ സമയത്ത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മൂക്കും പൊത്തി ഓടേണ്ടി വന്നു. കാരണം അത്രയും സ്മെല്ലായിരുന്നു. അങ്ങനെയുള്ള ഏരിയ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയധികം മൃഗങ്ങളെ പരിപാലിക്കുമ്പോൾ ചിലപ്പം അങ്ങനെയുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാകാം. ഇന്നത്തെ ഈ സഫാരി വേൾഡിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. അത് തായ് ഫുഡാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും അടുത്ത് ചീറ്റപ്പുലിയൊക്കെ എനിക്ക് കാണാനുള്ള അവസരം ഇവിടെ നിന്നാണ് കിട്ടിയത്. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് ചീറ്റകളെ കണ്ടു കേട്ടോ. അതുപോലെ ഇതുവരെ കാണാത്ത മൃഗങ്ങൾ, കേൾക്കാത്ത മൃഗങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു.
3 മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം ക്ഷീണിക്കും. അപ്പോൾ എവിടെയെങ്കിലും മാറിയിരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ കോഫി കുടിക്കാനും ഭക്ഷണം എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മളൊരു തൊപ്പിയും കണ്ണാടിയൊക്കെ കരുതിയാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതായിരിക്കും. ഞങ്ങൾ നടന്ന് ഈ എലിഫന്റ് ഷോ കാണുന്നിടത്ത് വന്നപ്പോഴാണ് ഇത് കഴിഞ്ഞെന്ന് മനസ്സിലായത്. നമ്മൾ വന്ന സമയത്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഷോ കാണാൻ പറ്റിയേനെ. ഇതിപ്പോൾ മിസ്സായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പ്ലാനും പദ്ധതി ഇല്ലാതെ വന്നതുകൊണ്ട് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു സംഗതിയാണ് ഇവിടെ ഒരു പക്ഷി എങ്ങനെ ആ മുട്ടയുടെ രൂപത്തിൽ നിന്ന് പക്ഷിയായി മാറുന്നതെന്ന് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. അതായത് മുട്ട പൊട്ടുന്നതും ഇൻക്യുബേറ്ററിൽ വെച്ചത് വിരിയുന്നതും പക്ഷിക്ക് ചിറക് വരുന്നതും അവസാനം അത് പൂർണ്ണ രൂപത്തിലുള്ള പക്ഷിയാകുന്നതിനെയൊക്കെ പറ്റി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ വന്നപ്പോൾ കുറേ സ്കൂളിൽ നിന്ന് കുഞ്ഞു പിള്ളേർ, അതായത് ഒരു KG സെക്ഷൻ ആയിരിക്കും, അവരെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കുകയും ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അവർ വളരെ ഇൻട്രസ്റ്റോടെ കണ്ടു. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ നാട്ടിൽ ഇപ്പം കുട്ടികളെ കൊണ്ട് പോകുന്നത് ലുലു മാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ ഒക്കെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവല്ലേ. അവർക്കും ഇതുപോലെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നും ഇത് വളരുന്നതും എന്നൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ ഒരു ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അത് നിന്ന് കണ്ടു. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. റെഡ്, യെല്ലോ, ഗോൾഡൻ പോലുള്ള കളർ. അപ്പം നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും. എനിക്കിത് ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും വേഷം കെട്ടി നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് നമ്മുടെ നാട്ടിൽ വള്ളംകളി നടക്കുമ്പം ഇത്തിരി വലിയ ആണുങ്ങൾ, അതായത് ഇച്ചിരി വലിപ്പമുള്ള ആണുങ്ങൾ നൈറ്റിയൊക്കെ ഇട്ട് എന്നിട്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ മുഖംമൂടി വെച്ച് ഇതുപോലെ ഡാൻസ് കളിക്കും വള്ളത്തിൽ നിന്ന്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. അതായത് നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാറ്റൊക്കെ വീശുമ്പോൾ ഒരു തണുപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണല്ലോ. ഫൈനലി നമുക്ക് ഒരു ഷോ കാണാനുള്ള യോഗമുണ്ട്. അത് ഡോൾഫിൻ ഷോയാണ്. അതിന് വേണ്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണ് ഉള്ളത്. ഈ ഒരു സഫാരി പാർക്കിൽ ഇത്രയധികം ആളുകൾ വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ആൾക്കാർ ഈ ഷോ കാണാൻ വന്ന സകലരെയും കയ്യിലെടുത്തിട്ടുണ്ട്. ഇവർ ഈ വന്നിട്ടുള്ള ആൾക്കാരുടെ എല്ലാം രാജ്യത്തെ പാട്ടുകളൊക്കെ ഇട്ട്, നമ്മുടെ ഇന്ത്യക്കാരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഡോൾഫിൻ ഷോ കണ്ട് ഭയങ്കര രസമുണ്ട് കാണാം. പിന്നെ ഡോൾഫിൻ്റെ കൂടെയും വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ, പോയി അതിനെ തൊട്ട് നോക്കാം. അതിനും പേ ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി. ഈ ടൈമിങ്ങും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടില്ല. അയാളും ഇവിടെ ആദ്യമായിട്ടാണ് വന്നതെന്നാണ് അയാളെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി പോകേണ്ടത് നേരെ എയർപോർട്ടിലേക്കാണ്. പിന്നെ സഫാരി പാർക്ക് തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കാറിൽ കയറിയിട്ട് നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം ഇങ്ങനെ പലതരം മൃഗങ്ങളെ കാണാം. അതായത് ഓപ്പൺ ഏരിയയിൽ ആദ്യം ഒട്ടകത്തിനെ കണ്ടു, സീബ്രയെ കണ്ടു. സീബ്രയൊക്കെ ഇത്രയധികം സീബ്ര ഒരുമിച്ച് ഞാൻ ഇവിടെ കാണുന്നത് കേട്ടോ. ഒരുപാട് സീബ്ര ഉണ്ടായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ സീബ്രയില്ല, പക്ഷെ തൃശ്ശൂരുണ്ട്. അങ്ങനെ ഞാനിതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയടുത്ത് ഇത്രയധികം ആദ്യമായിട്ടാണ്. അതുപോലെ ജിറാഫ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സിംഹത്തിനെ കാണാം. ഇവരൊക്കെ എനിക്കൊന്ന് ഉച്ചയൂണ് കഴിഞ്ഞിട്ടുള്ള മയക്കത്തില്, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എനിക്ക് സടയുള്ള സിംഹത്തിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനെയും കാണാൻ പറ്റി. പിന്നെ അടുത്ത സെക്ഷൻ, അതായത് നമ്മളുടെ ഈ വണ്ടി പോകുമ്പോൾ ഓരോ ഗേറ്റ് ഇങ്ങനെ തുറക്കും. ഈ ഗേറ്റ് തുറന്ന് കയറിയത് കടുവകളുടെ ഏരിയയിലേക്കാണ്. അവിടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ആൾക്കാരുടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ കുറേ കടുവകളെ അടുത്ത് കണ്ടു. ഇത് ചിലപ്പം വണ്ടിയുടെ അടുത്തോട്ടൊക്കെ വരുമെന്ന് ആൾക്കാർ പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക്. അങ്ങനെ സകലമാന മൃഗങ്ങളെയും കണ്ട് നമ്മൾ അവസാനം എയർപോർട്ടിലെത്തി. ഞാൻ ഇന്നത്തെ കോസ്റ്റ്യൂമിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇന്ന് ഒപ്പിക്കലായിരുന്നു. കാരണം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ടീഷർട്ടും പിന്നെ നേരത്തെ എപ്പോഴോ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു പാൻറ്റും ഒക്കെയാണ് പെയർ ചെയ്തത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റിൽ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ബസ്സിന് കയറിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്നത് ഈ ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടിയിരിപ്പായി. ഇത്തവണ ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നില്ല. കാരണം കഴിഞ്ഞ തവണ ഇരുന്നപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. ഞാൻ നടുക്കായിരുന്നത്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് പിള്ളേർ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം 2 നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കപ്പ് നൂഡിൽസ്. ഫൈനലി ഞങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കൊച്ചി എയർപോർട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ തായ്ലൻഡ് വ്ളോഗും അവസാനിക്കുകയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു.
സമയം 11:56 ഇനി ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്യണം, വീട്ടിൽ പോകണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ നമ്മുടെ ടൂർ അവസാനിപ്പിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.